ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആണ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കറിയാം. അവിടെ ഒരാൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു, വിച്ച് വാസ് എഗെയിൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു, 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് കയറി ചെയ്യുക, ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ്. അപ്പൊ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ ബോയ് ഫ്രണ്ട് ടെസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടെസ്റ്റ് കേൾക്കുക മാത്രമല്ല, കാണും കൂടെ ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് ഇന്ന്. ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല, വ്യൂസ് ഒന്നുമില്ല. പക്ഷേ ആള് കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്ന കണ്ടന്റ് നല്ല വ്യൂസും നല്ല റീച്ചും ഉണ്ട്. അങ്ങനെ വൈറലായിട്ടുള്ള ഒരു കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ടിൻഡർ ആപ്പ് വഴി പരിചയപ്പെട്ട ഒരു തന്നെ നേരിട്ട് കാണാൻ പോകുന്നു എന്നും പറഞ്ഞാണ് കണ്ടന്റ് തുടങ്ങുന്നത്. പിന്നെ ഇവള് ഈ ചെക്കൻ്റെ കൂടെ കറങ്ങുന്നതും ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ടെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതാണ് വൺ വെറൈറ്റി. അതിന്റെ ഒരു 3-4 വീഡിയോ തന്നെ ആൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോയിനെ മീറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ആൾ എന്നോട് രണ്ടാമതൊരു മീറ്റിന് വേണ്ടി ചോദിച്ചു. ഐ വാസ് ലൈക്ക് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ആൾ കുറെ ദൂരം നിന്നാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ആൾ ലിറ്ററലി ആളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. ദാറ്റ് വാസ് വെരി കെയറിങ്. എന്ത് പറയാൻ പറ്റും, മെൻ ഇൻ ലവ്. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത് വെറുതെ ഒന്നും ആയിരിക്കൂല, നീയൊക്കെയല്ലേ ആള്. അത് കാരണം ഹോട്ടലിൽ കയറിയാൽ ഫുൾ മുടിപ്പിച്ചാലോ എന്ന് കരുതിയിട്ടാവും വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടെന്ന്. പിന്നെ അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന ഫുഡും അല്ല, അത് വേറെ കാര്യം. അത് തട്ടുകടയിൽ നിന്നാണ് ഹോട്ടലിൽ നിന്നാണ് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടായി ഒട്ടും കെയറിങ് അല്ല എന്ന് നീ പറയില്ലേ. അതുകൊണ്ടാണ്. എന്തായാലും ബാക്കിയും കൂടെ കണ്ടു നോക്കാം. നമ്മൾ ലുലുമോളിലെ സാധനങ്ങളുടെ വില എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ്, ഇത് കുനാഫയാണ്, ഇത് ചീസ് കേക്ക്, ഇതും വേറെ ചീസ് കേക്ക് ആണ്. അങ്ങനെ കുറെ സാധനങ്ങൾ, പേസ്ട്രീസ് ഒക്കെ ജസ്റ്റ് ബിലോ 100 ആണ്. അതുപോലെ ഇങ്ങനത്തെ കേക്ക്സ്, ചീസ് കേക്ക്, കപ്പ് കേക്ക് എല്ലാം ബിലോ 100 ആണ്. ഇപ്പോഴത്തെ പ്ലം കേക്ക് വാസ് 150 rupees. പിന്നെ ഇതുപോലത്തെ സാധാരണ ലഡു, ജിലേബി, അങ്ങനെ കുറെ ഐറ്റംസ്, കുറെ ഫുഡ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഡോണറ്റ് ഒക്കെ 40 rupees ആണ്. ഇതിനെ കുറെ. എന്തായാലും ചെക്കൻ്റെ ടൗസർ കീറി കൊടുത്തല്ലേ. ഫുഡ് വരെ ഹോട്ടലിൽ നിന്ന് വരെ വാങ്ങിക്കാതെ കൊണ്ടുവന്നിട്ട് കൊണ്ട് നടന്നതായിരുന്നു. കഷ്ടകാലത്തിന് ലുലുമാള് കയറിയപ്പോൾ നല്ല പണി കിട്ടിയല്ലേ, നല്ലോണം അങ്ങോട്ട് മുടിപ്പിച്ചല്ലേ. വില നോക്കാനാന്നും പറഞ്ഞ് എല്ലാം എടുത്ത് കൊച്ചു ഗള്ളി എല്ലാം അങ്ങ് സ്വന്തമാക്കിയല്ലേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പാവം ചെക്കൻ. എന്തായാലും ബാക്കിയും കൂടെ പറഞ്ഞാട്ടെ. ആൻഡ് നമ്മൾ രണ്ടാമത് ചൂടാക്കിയത് ചൂടില്ലാത്തതുകൊണ്ട് അപ്പൊ അത് ഭയങ്കര മെസ്സി ആയിട്ട് മാറി. പക്ഷെ ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ആൻഡ് ഡേറ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആള് ഭയങ്കര ഷൈ ആയിരുന്നു. ലൈക്ക് ഞാനായിരുന്നു എന്നോടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, ഞാനായിരുന്നു എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും ആലോചിച്ചു ലൈക്ക് ബോയ്സ് ഒക്കെ ഷൈ ആണോന്ന് വരെ ആലോചിച്ചു. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഹി വാസ് വെരി കെയറിംഗ് ആൻഡ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ടുഗദർ. എന്റെ പൊന്നോ, ഒന്നും സംസാരിക്കാതെ തന്നെ ഈ അവസ്ഥ. അപ്പൊ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവന്റെ എല്ലാം അടിച്ചെടുത്തോണ്ട് പോകുന്നു അവൻ. ചെക്കൻ മനഃപൂർവ്വ ഷൈ ആയിട്ട് അഭിനയിച്ചതാവാനാണ് ചാൻസ് ഉള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ടേക്കാണ് കാണേണ്ട കാഴ്ച. നല്ല മുട്ടൻ കോമഡിയാണ്. 1-2 അല്ല, ഒരുപാട് ബോയ് ഫ്രണ്ട് ടെസ്റ്റ് ഉണ്ട്. വാ കണ്ടു നോക്കാം. ഞാൻ ആള് ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനും കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനെ അത് ഫീഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ ആ 2 ടെസ്റ്റും. നീ വീണ്ടും വന്നോ? ആഹാ, നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല അല്ലേ. നിന്റെ പൈസ, നിന്റെ സമയം, നമുക്കെന്താ. വാ നമുക്ക് ബാക്കിയും കൂടെ കണ്ടോക്കാം. ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ച് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ്. ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തു. ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് മോഡ് എടുത്തിന്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും കൂടെ ആള് പാസ്സായി. നീ എന്ത് മണ്ടനാണ്, ഒരു ഡ്രസ്സ് എടുക്കുമ്പോ മറ്റേതും കൂടെ കൊണ്ടു കൊടുക്കുന്നോ? മരമണ്ടൻ തന്നെയാണ് നീ. ഇതുപോലെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇനി പാവം പിടിച്ച എത്രയോ കാമുകന്മാരല്ലേ ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. എല്ലാ കാമുകന്മാരും സൂക്ഷിച്ചോട്ടോ. ഇതുപോലെ ആയിരിക്കും ഓരോ പെൺകുട്ടികൾ കൂടെ വരുന്നത്. ഇതുപോലെ എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ സൂക്ഷിച്ചാ നിങ്ങൾ ദുഃഖിക്കണ്ട. എന്തായാലും ബാക്കിയും കൂടെ പറയും. ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കറിയാം. അവിടെ ഒരാൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു, വിച്ച് വാസ് എഗെയിൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു, 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഈ ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എനിക്ക് കൈ എടുത്ത് വെച്ചു. പിന്നെ ആൾ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്തായാലും പ്രത്യേക തരം ഹെൽത്ത് ടെസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കയ്യിലിരിക്കുന്ന മൊത്തം സ്വീറ്റ്സ് ആണല്ലോ, ഷുഗറേ അല്ലല്ലോ. ഭയങ്കര ഹെൽത്തിയാണ്.
എന്തായാലും ആള് നടത്തുന്ന ടെസ്റ്റ് ഒക്കെ പാസ്സാകാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കയ്യിൽ നല്ല ക്യാഷ് വേണം, അത്രേ ഉള്ളൂ. അതൊക്കെ ഭയങ്കര സിമ്പിൾ ആയി. ബാക്കിയും കൂടെ കണ്ട് രസിക്കാം. കൊടുത്ത ഫൈനൽ ടെസ്റ്റ് ആണ്. ആളെന്നെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റ് ചേട്ടാ ഈ ടെസ്റ്റ് പാസ്സായേ. എന്ത് മൊണ്ണയാടാ നീ, എല്ലാ ടെസ്റ്റും പാസ്സായല്ലോ. ഷെടാ അതെന്ത് കഷ്ടമാന്ന്, എനിക്ക് വയ്യ, എനിക്ക് ചിരിച്ച് ചാവും. ഇനി അടുത്തതായിട്ട് പാസ്സാൻ പോകുന്ന ഏതാണ് ടെസ്റ്റ് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. റുപ്പീസ് ആയിരുന്നു, വിച്ച് വാസ് വെരി യമ്മി. നമ്മൾ തിരിച്ചു പോകണ ഒരു മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അത് ശരി, ഇത്രയും പൈസയൊക്കെ ചെലവാക്കിയതല്ലേ നമ്മുടെ ചേട്ടായി. അപ്പൊ ചേട്ടായിക്ക് ഒരു സ്പർശന സുഖമെങ്കിലും കിട്ടണ്ടേ, അത്രയെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ കണ്ടാ മതി അതിനെ. അപ്പൊ ബാക്കി കൂടെ പറയും. ഫസ്റ്റ് ടച്ച് ആയിരുന്നു, എനിക്കത് ഭയങ്കര നാണം വന്നു. ബട്ട് ഓൾ ടുഗദർ ഇറ്റ് വാസ് വെരി ഫൺ. ആളിന്റെ ടെസ്റ്റ് ആഹാ, അതിന്റെ ഇടയ്ക്ക് കൂടെ പഴമെല്ലാം കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ടല്ലോ. ഇനി ബാക്കിയും കൂടെ കാണാം. ഒക്കെ പാസ്സായി. ലൈക് ബോയ്സ് ഒക്കെ ഗ്രീൻ ഫ്ലാഗ് ആണോ എനിക്കറിയില്ല. ബട്ട് ദിസ് ഗായ് ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ എ ഡേറ്റ് വിത്ത് ഹിം അഗൈൻ. ഇനി ഒരു ഡേറ്റിങ്ങിനും കൂടെ പോണെന്നാണ് ആള് പറയുന്നത്. ഇനി ആളുടെ ആധാരവും ഇനി അടുത്ത വരവിന് കിഡ്നിയും കൂടെ പണയം വെച്ചിട്ട് വരേണ്ടി വരും. അടുത്തത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. എന്റെ ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. അപ്പൊ എല്ലാരും ബോയ് ഫ്രണ്ട് ടെസ്റ്റിന് തയ്യാറായി ഇരുന്നോട്ടോ. എല്ലാ ടെസ്റ്റും പാസ്സായിട്ടുണ്ടെങ്കിൽ ബോയ് ഫ്രണ്ട് റെഡി. അപ്പൊ തയ്യാറായിട്ട് നിന്നോ. കോഴ്സ് വരെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ബാക്കിയും കൂടെ കണ്ടു നോക്കാം. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി. ആള് ഫുൾ ടൈം രണ്ട് കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അഫ്കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. ഈ ടെസ്റ്റ് കൊള്ളാലോ, വെയിലത്ത് ഇരിക്കുന്ന ടെസ്റ്റ്. ഇത് എപ്പോഴും ഇനി വെയിലത്ത് പിടിച്ച് ഇരുത്താൻ സാധ്യതയുണ്ട് നമ്മുടെ ചേട്ടായി കേട്ടോ. അപ്പൊ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം പോയി ഇരിക്കാൻ. ചേട്ടായിയുടെ സ്പെഷ്യൽ കെയറിങ്ങിന് സ്പെഷ്യൽ ക്ലാസ് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കിയും കൂടെ കണ്ടു നോക്കിട്ട് വന്നാലോ. വീഡിയോയില് ടിൻഡറിന് ഞാൻ പരിചയപ്പെട്ട ഒരാള് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമ്പോൾ കയറുമ്പോൾ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിന്റെ ഫസ്റ്റ് ഗേറ്റ് ആണ് അവിടെ ഇരുന്ന്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. പിന്നെ ക്വാളിറ്റി ഓവർ കോസ്റ്റ് ടെസ്റ്റ് ആണ്. ആള് വില കുറഞ്ഞ ലോ ക്വാളിറ്റി സാധനം എനിക്ക് വേണ്ടി പിക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അല്ല, ആള് വില കൂടിയ സാധനം പിക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമതും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ആളിനെ അതിന് തടഞ്ഞു. ആ ദേഷ്യത്തിന് ഞാൻ ആളെ ടെസ്റ്റ് ഫെയിൽഡ് ആക്കി വിട്ടതായിരുന്നു. പക്ഷെ ആൾക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് വേറെ ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. ഒരു അൺഎക്സ്പെക്ടഡ് ടെസ്റ്റ് അവിടെ നടന്നു. നമുക്ക് അതിന്റെ ക്ലീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു വിടാം, കുഴപ്പമില്ല. ആഹാ, ക്ലീനിങ് ടെസ്റ്റ് അതിലേറെ അടിപൊളി. എന്ത് വേണം ഇനി. ക്ലീനിങ് ടെസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ചേട്ടായിക്ക്. എന്തൊക്കെ പറഞ്ഞാലും വിരളൊക്കെ കൂമ്പി നല്ല വൃത്തിയാക്കി തന്നില്ലേ. അടിപൊളി ക്ലീനിങ് ടെസ്റ്റ് അല്ലേ. കൈ പോലും കഴുകണ്ടല്ലോ. ഇനി ഹാപ്പി ആയില്ലേ. സന്തോഷാട്ടെ. ഇനി അടുത്ത ടെസ്റ്റ് എന്താണെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കിയിട്ട് വരാം. സർപ്രൈസിങ്ങിലെ പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മീ ഓൾവേസ് ആണ്. ഏത് സിറ്റുവേഷനിലും ആളിന്റെ കൈ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആള് പല വഴിയും കണ്ടെത്തും എന്റെ കൈ ഹോൾഡ് ചെയ്യാൻ. എനിക്ക് വയ്യ ഈ പെണ്ണിനെ കൊണ്ട്. എന്തൊക്കെ ടെസ്റ്റ് ആണ്. ഇനി അടുത്തത് എന്താ വരാൻ പോകുന്നോ നമുക്ക് കണ്ടു നോക്കാം. വെക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ് ടെസ്റ്റും പാസ്സായി. പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഡ്രസ്സ് മാറി കിടക്കുന്നത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ്. ഓഫ്കോഴ്സ് എന്നെ ആൾ കവർ ചെയ്യിപ്പിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആൾ ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും പാസ്സായി വന്നു. ഞാൻ ലിറ്ററലി ആള് പിന്നെ പ്രപ്പോസ് ചെയ്ത് ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ആള് മാത്രം എനിക്ക് ഓരോന്ന് മേടിച്ചു തരുന്നല്ലോ, ഞാൻ ആൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത വീട്ടിലേക്ക് ആൾക്കൊരു സർപ്രൈസ് ആയിട്ട് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുവഴി ഞാൻ ഒരു ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടായിക്ക് സർപ്രൈസ് ഉണ്ട് അത്രേ. എന്താണോ എന്തോ, വല്ല ക്രെഡിറ്റ് കാർഡിന്റെയോ വേറെ എന്തിന്റെങ്കിലൊക്കെ ബില്ലാണോ എന്തോ കണ്ടറിയണം. ഇത് കണ്ടിനി ആരും വീടും പണയം വെച്ചിട്ട് ഇറങ്ങണ്ട. ഇതൊക്കെ അവരുടെ എന്താ പറയാ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിങ് മാത്രം. പിന്നെ ആളുടെ കൂടെ ഉള്ളത് ടിൻഡറിൽ പരിചയപ്പെടുത്ത ഏതോ ഒരു മൊണ്ണയൊന്നും അല്ല.
ആൾക്ക് അറിയുന്ന ആൾ തന്നെയാണ് കൂടെയുള്ളത്. എന്തായാലും അവരുടെ ഉദ്ദേശം നടന്ന് അവരുടെ വീഡിയോ റീച്ച് ആകുക, അതിന് വേണ്ടിയിട്ട് അവരൊരു കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. അത് അവർക്ക് സക്സസ് ആയി. കാരണം ഒരുപാട് പേര് എടുത്തിട്ട് റിയാക്ട് ചെയ്തു. പോരാത്തതിന് ഒരുപാട് കോമഡി റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി. അതൊക്കെ പോരെ, അവരുടെ വീഡിയോ റീച്ചായി, അവർക്ക് അത്രേ വേണ്ടുള്ളൂ. അതെന്തായാലും നടന്നു കിട്ടി. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കണ്ടിട്ടുള്ളത് എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.